ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂവും പിന്നെ കുറച്ച് ഇൻട്രാഡേ പിക്സും സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 15,173 66 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 51,531 222 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 35,752 31 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്: പ്രീവിയസ് ക്ലോസിംഗ് വാസ് 15,106, ടുഡേയ്സ് ഓപ്പണിംഗ് 15,073, ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 15,188, ഡേ ലോ വാസ് 15,065 ഓൺലി. ആൻഡ് 66 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 15,173 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ്, ബജാജ് ഫിനാൻസ്, അദാനി പോർട്സ്, ഹിൻഡാൽകോ, നെസ്ലെ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. അതേസമയം ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സ് HDFC ബാങ്ക്, ടൈറ്റൻ കമ്പനി, ലാർസൺ, ഏഷ്യർ മോട്ടോഴ്സ്, ഇൻഫോസിസ്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, സ്മോൾ ബോഡീഡ് ബുള്ളിഷ് ക്യാൻഡിൽ. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുമ്പോൾ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 35,783 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 35,687, അതും ഒരു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 36,009, ഡേ ലോ വാസ് 35,573, 31 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 35,752 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ കുറച്ച് നല്ല മൂവ്മെൻറ്റ് കാണാൻ കഴിഞ്ഞ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ കൊട്ടക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. അതേസമയം ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്കുകൾ HDFC ബാങ്ക്, SBI, ബാങ്ക് ഓഫ് ബറോഡ, ICICI ബാങ്ക്, PNB. ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു സ്മോൾ ബോഡീഡ് ബാരിഷ് ക്യാൻഡിലാണ്. ഇന്ത്യ വിക്സ് ഇന്ന് ഡൗൺ ബൈ 3.78% ആണ്. ആൻഡ് നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്: ആദ്യം നിഫ്റ്റിയുടെ സപ്പോർട്ട് 15,090 ആണ് കാണിക്കുന്നത്, സെക്കൻഡ് ഈസ് 15,019, ആൻഡ് റെസിസ്റ്റൻസ് ഈസ് 15,220, സെക്കൻഡ് ഈസ് 15,260. At the same time, Bank Nifty first support 35,540, second is 35,340, first resistance 35,918, second is 36,210 ആകുന്നു. ഓപ്ഷൻ ഡാറ്റയിൽ കോളിൻ്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ കഴിയുന്നത് 16,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500 തേർഡ് ഈസ് 15,000 സ്ട്രൈക്കിലുമാകുന്നു. അതേസമയം കോൾ റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 16,100 സ്ട്രൈക്കിലും, സെക്കൻഡ് ഈസ് 15,800, തേർഡ് ഈസ് 15,200. കോളിൻ്റെ അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് 15,000 സ്ട്രൈക്കിലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500, തേർഡ് ഈസ് 16,800. പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,500 സ്ട്രൈക്കിലും, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,000, തേർഡ് ഈസ് 14,200. അതേസമയം പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,100, തേർഡ് ഈസ് 14,900. പുട്ടിൻ്റെ അൺവൈൻഡിങ് കാണാൻ കഴിയുന്നത് 14,200, സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,300 ആകുന്നു. ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 14,600 ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാനിരിക്കുന്ന മെയിൻ കമ്പനീസ് ഒത്തിരി കമ്പനീസ് ഉണ്ട് നാളെ റിസൾട്ട് പുറത്ത് വരാനിരിക്കുന്നത്. സോ ഗോ ടു NSE വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞാനിവിടെ മെയിൻ കമ്പനീസ് മാത്രം പറയുന്നു: ഗ്രാസിം ഇൻഡസ്ട്രീസ്, ഭാരത് ഫോർജ്, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഡെൽറ്റ കോപ്പ്, അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. FIIS ആൻഡ് DIS ഡാറ്റ: FIISൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബൈങ് പവർ ഉണ്ടായിട്ടുള്ളത് ഓൺലി 944 crores-ൻ്റെയാണ്. അതേസമയം DISൻ്റെ ഭാഗത്തു നിന്ന് 707 crores-ൻ്റെ സെൽ ഓഫ് നടന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്കുള്ള ഇൻട്രാഡേ ബെസ്റ്റ് സ്റ്റോക്സ് ട്രേഡ് എടുക്കാൻ പറ്റിയത്: ഫസ്റ്റ് വൺ ഹിൻഡാൽകോ, എമൻഡം, MGL, ഐഡിയ, പവർ ഗ്രിഡ്, സൺ ഫാർമ, മണപ്പുറം, ഗെയിൽ, ജിൻഡാൽ സ്റ്റീൽ. And Reliance, you can watch out, and Ashok Leyland, Power Grid Corporation, ACC, Oil India and ITC. ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സ്റ്റോക്കുകൾക്കൊന്നും ഞാൻ ട്രിഗറോ ടാർഗറ്റോ തരുന്നില്ല.
ബിക്കോസ് നാളെ നല്ലൊരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ദർ ഇസ് നോ പോയിൻറ്റ് ഞാനിതൊക്കെ തരുന്നതിൽ. ഓക്കെ, സോ ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതുമാണ്. അറ്റ് സെയിം ടൈം വളരെയധികം ചാൻസസ് ഉണ്ട് ഷോർട്ട് സെല്ലിങ്ങിനുള്ളത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നിങ്ങളത് നോക്കുക. ഓക്കെ, ഇതിൽ മെയിൻ സ്റ്റോക്സ് പറഞ്ഞിട്ടുള്ള സ്റ്റോക്സുകളിലെല്ലാം ഒരു പക്ഷേ കൂടുതലും ഷോർട്ട് എടുക്കാൻ പറ്റിയ മീൻസ് ഷോർട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു മാർക്കറ്റ് ആകുമെന്ന് വിചാരിക്കുന്നതാണ്. ബിക്കോസ് ITC, റിലയൻസ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. റിലയൻസ് ഇന്ന് ഹൈ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു നല്ലൊരു പീക്ക് ലെവലിലേക്ക് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ അതൊരു 80 പോയിൻറ്റ്സിൻ്റെ കവറേജ് നടത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. സോ ഒരു പക്ഷേ നാളെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. ബട്ട് കെയർഫുൾ, അതാണ് ഞാൻ പറഞ്ഞത്. സോ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, ഓക്കെ, ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് ട്രൈ ടു ഗെറ്റ് ഇൻ ആൻഡ് ബുക്ക് ദ പ്രോഫിറ്റ്. നാളെ കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു റിവേഴ്സലിനുള്ള എല്ലാ ചാൻസസും കാണുന്നുണ്ട്. ബട്ട് മാർക്കറ്റാണ്. ഓക്കെ, ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഒരു നല്ലൊരു ഗ്രീൻ മോഡൽ തന്നെയാണ് SGXും അതുപോലെ അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റെല്ലാം ക്ലോസ് ചെയ്തിട്ടുള്ളതും അമേരിക്കൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. സോ നാളെ കാലത്തേക്ക് അത് എങ്ങനെയാവുമെന്ന് നമുക്ക് നാളെ കാലത്ത് തന്നെ പറയാൻ പറ്റുള്ളൂ. സോ അതനുസരിച്ചിട്ടായിരിക്കും നാളത്തെ ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും. ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ് ആൻഡ് ഇത്രമാത്രം ഫ്രണ്ട്സ്. Please, this is all my personal view. Don't follow it blindly. Study yourself and get into market. Otherwise, consult a financial advisor before you enter the market or trade. Please don't forget to subscribe my channel. Hit the like button. Share it. Money and ting ting. Happy trading. Take care. Good night.